സുരേന്ദ്രന് പകരക്കാരൻ. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറെ തെരഞ്ഞെടുത്തു. അധ്യക്ഷ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രന് പകരമാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ ബി.ജെ.പി. അധ്യക്ഷനായി നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. ഇന്ന് ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റിയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി ബി.ജെ.പി. നേതൃത്വം നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷൻ ചുമതലയേക്കും. 5 വർഷമായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാളെ സ്ഥാനമൊഴിയും. കേരളത്തിൽ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെയെന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായത്. എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആൾ സംസ്ഥാന പ്രസിഡന്റായി വരണമെന്നായിരുന്നു ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവാണ് എന്നതാണ് ബി.ജെ.പി. നേതൃത്വം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുന്ന പരിഗണന. സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾക്ക് പുറമെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് എത്താനാകുമോ എന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഒറ്റപ്പോരിലേക്ക് എത്താനാവാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര നേതാക്കളുടെ തീരുമാനം നിർണായകമായത്. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും രാജീവ് ചന്ദ്രശേഖരെ പരിഗണിക്കുന്നത് കാരണമായി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം പാർട്ടി ഘടകത്തിലെ അഭിപ്രായ ഭിന്നതകൾ കൊണ്ടും കൂടിയാണെന്ന് ഇത്രയും കാലം നീണ്ടത്. ഒറ്റപ്പേരിലേക്ക് സംസ്ഥാന ഘടകം എത്താനാണ് കേന്ദ്ര നേതൃത്വം ആദ്യ നിർദ്ദേശം നൽകിയത്. കെ സുരേന്ദ്രൻ വരണമെന്ന നിലപാട് ഒരു വിഭാഗം ശക്തമായി ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രന്റെ പേരാണ് സുരേന്ദ്രൻ വിരുദ്ധപക്ഷം മുന്നോട്ട് വെച്ചത്. സുരേഷ് ഗോപിയുടെ അടക്കം പിന്തുണ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രനുണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയിലേക്ക് കൂടുതൽ വിഭാഗങ്ങളെ എത്തിക്കാനുള്ള ശ്രമം വേണമെന്ന് യുവ നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. തമിഴ്നാട്ടിൽ അണ്ണാമലയെ അധ്യക്ഷനാക്കിയതുപോലെ മധ്യവർഗത്തിന്റെ പിന്തുണ രാജീവ് ചന്ദ്രശേഖറിലൂടെ കൂട്ടാമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിനുള്ളത്. കേരളത്തിലെ പല ക്രൈസ്തവ നേതാക്കളുമായി അടുത്ത ബന്ധം രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. സഭാ നേതാക്കളും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകളിലും നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖരെ ഭാഗമാക്കിയിരുന്നു. അവസാനവട്ട ചർച്ചകളിൽ ഇതും പരിഗണനാ വിഷയമായി. പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തുകയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള തന്ത്രങ്ങൾക്കാവും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ മുൻനിർത്തി രൂപം നൽകുക. കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ സൂചന കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവ് നൽകുന്നത്.